ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാം. ഓൾറെഡി ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിരുന്നു. ഒരുപാട് പേര് അതിൽ വന്ന് വിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലി വാട്സപ്പിലൊക്കെ വന്ന് വിഷ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 7 മാസം ആവുകയാണ്. ഈ ഒരു ജൂൺ മന്തിൽ 2023 നവംബറിലാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് 50,000 സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുകയാണ്. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ അത് ആളുകളെ ഒരുപാട് പേരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ചാനലല്ല. അതായത് ഒരു ബ്യൂട്ടി വ്ളോഗോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാവലിങ്ങോ കുക്കിങ്ങോ ഇങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലേ അല്ല. നമ്മൾ ഓൾറെഡി ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ടൈമിലെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൂടുതലായിട്ടും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. അതും ഈ തരത്തിലുള്ള ലവ് റിലേഷൻഷിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പോ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിന് വേണ്ടി ആയിരിക്കും നമ്മുടെ ചാനൽ നിലകൊള്ളുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് ചില്ലറയല്ല. ഒരുപാട് സപ്പോർട്ട് ആദ്യകാലം മുതൽ ഇന്ന് വരെ തന്നിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ദക്ഷ ചാനൽ പൂർണ്ണമാവുന്നത്. അതുപോലെ തന്നെ ആദ്യകാലം മുതലേ ഫ്രം ദ വെരി ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മളിട്ട ആദ്യത്തെ ആ ഒരു വീഡിയോ മുതൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത് കണ്ടിന്യൂസ്ലി നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെയുള്ള നന്ദി എടുത്തു പറഞ്ഞാൽ തീരാവുന്നതല്ല. കാരണം അത്രയും നാളുകളായിട്ടും ആ ഒരു ചാനൽ തന്നെ ഫോളോ ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് വന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അത്രത്തോളം ഇതിനകത്തുള്ള ഒരു വ്യൂവേഴ്സുമായിട്ട് അടുത്ത് നിൽക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിണക്കത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് വരുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റിൽ ഒരു റെസ്റ്റിലാണോ ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാവാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കാളും ഒരുപാട് ഏജിന് മൂത്തതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കാളും ഒരുപാട് വയസ്സിന് മൂത്തതായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ഏജ് ഡിഫറൻസ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ഭയങ്കരമായിട്ട് മെച്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ കുറച്ച് ഇന്നസെൻ്റ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എന്താണ് പ്രശ്നമെങ്കിലും പറഞ്ഞു തീർക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യത്തിനായിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരത് കേൾക്കുന്നതിനായിട്ട് നിന്ന് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മിസ് ചെയ്ത് കളയാനായിട്ട്, നിങ്ങളെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് തന്നെയുണ്ട്. കാരണം നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഒരിക്കലും എന്നെ നഷ്ടപ്പെടുത്തില്ലായിരിക്കാം. ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ എങ്ങനെ തന്നെ ആയിക്കോട്ടെ, അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇവരൊരിക്കലും പോവില്ല. അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ കുട്ടികളുണ്ടാവാം.
മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ കുട്ടികളുള്ള വ്യക്തിയായിരിക്കാം, ഒരാൾ സിംഗിൾ ആയിരിക്കാം. അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ആ ഒരു കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് ഒരു പടി കൂടി ചിലപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ഉയർന്നു നിൽക്കുന്നത് നിങ്ങളായിരിക്കാം. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒന്ന് പുറകിലേക്ക് നിൽക്കുന്ന ആളായിരിക്കാം. മേ ബി ഇത് റിവേഴ്സായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലുള്ള ഒരു ഡിഫറൻസ് ആണ് കാണുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഏജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള അന്തരം നിങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ആ ഒരു ഡിഫറെൻറ്റ് പോൾസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ആയിട്ടുള്ളത്. ആ രണ്ട് പേർക്കും വൈരുദ്ധ്യമായിട്ടുള്ള സ്വഭാവമാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ടായതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ പേഴ്സണ് എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിലും അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അതിനകത്ത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവർക്ക് അതിനകത്തൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണിത് ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണിത് ഈ സിറ്റുവേഷൻ ഒന്ന് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ അറിവുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലി സിറ്റുവേഷനൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഏതിനൊരു പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ഒരു ആലോചനയും ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ നിങ്ങളോട് അത്രയധികം റെസ്പോൺസ് കാണിച്ചിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് വിട്ട് കളയാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി വിടാനോ ഒന്നും ഈ ഒരു പേഴ്സൺ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്ത് തരണം. അവർക്കൊരു ഉത്തരം കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനവർക്ക് എത്രയും വേഗം ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു പേഴ്സണും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് പോലും അറിയാതെ അവരും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വിശ്വാസം, ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളില്ലാതെ ജീവിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും 100% ശരിയാണ്. അവർക്കൊരിക്കലും നിങ്ങൾ ഒഴിവാക്കി പോകണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു റെസ്പോൺസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ ഒരു പേഴ്സൺ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവർക്ക് നേരത്തെ നിങ്ങളോട് സ്നേഹമില്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരുപാട് ആ ഒരു പാഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചില സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു വികാരം നമുക്ക് ഈ ഒരു പേഴ്സണിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഓവർ പോസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലുള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മറ്റാരോടെങ്കിലും അധികം സംസാരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളോട് അത് പറഞ്ഞ് ചൂടാവുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചധികം പോസസീവാണ്. ഇപ്പോൾ ഇവർ കറൻലി നിങ്ങളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്ര നല്ല ടേംസിലല്ല, ഒരു പിണക്കത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മറ്റാരുടേതും സ്വന്തമാവാനോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആയിത്തീരാനോ ഒന്നും ഇവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് അങ്ങനെ ഓർക്കുന്നത് പോലും വെറുപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പട്ടമൊക്കെ പറത്തി വിടുമ്പോഴത്തേക്കും അതിൻ്റെ നൂല് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് പോലെ കാണാത്ത ഒരു എന്താ പറയുക ഇമാജിനറി ആയിട്ടുള്ള ഒരു ത്രെഡ് ആണെന്നുണ്ടെങ്കിലും അത് അവരുടെ കയ്യിലുണ്ടെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധിക്കില്ല. അവർ കുറച്ച് ജാടയൊക്കെ ഇട്ടിരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് പോവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളങ്ങനെ ഒരിക്കലും പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ മൈൻഡിൽ ആരോടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒരു പരിധി വിട്ട് പെരുമാറുന്നത് കാണുകയോ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ സഹിക്കാവുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലുള്ളപ്പോൾ പോലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടാവാം. കാര്യം അവരുടെ മൈൻഡിനുള്ളിൽ അറിയാം നിങ്ങൾ അത്രത്തോളം അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരിക്കലും അവരെ വിട്ട് പോവില്ല എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും ചിലപ്പോൾ വഴക്കിടുന്നൊരു പ്രകൃതമായിരിക്കും ഈ പേഴ്സൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തടസ്സം എന്തായിരുന്നെങ്കിലും അത് ഈവൻ ഇനിയിപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള ഒരു ഈഗോ ക്ലാഷ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
എന്താണോ നിങ്ങൾ തമ്മിൽ അകറ്റിയിരുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിരുന്നത്, ആ ഒരു പ്രോബ്ലം വളരെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർ നേരത്തെ മുതൽ നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും അങ്ങനെയുള്ളൊരു കാര്യങ്ങളെല്ലാം അവരുടെ മൈൻഡിൽ സ്റ്റേബിളായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു മൈൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു പാഷനേറ്റ് ആയിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത്ര തീവ്രമായിട്ടുള്ളൊരു വികാരമാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു കുറച്ചധികം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത്രയും നാൾ ചോദിച്ച് പുറകെ നടന്ന കാര്യങ്ങളായിരിക്കാം. അന്നൊന്നും അവരതിനൊരു ഉത്തരം തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തന്നെ ഈ ഒരു പേഴ്സൺ കറൻലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പല കാർഡ്സും നമുക്ക് നൽകുന്ന ആ ഒരു സൂചന പോലും അതാണ്. നിങ്ങളുടെ പല വിഷസ് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം ട്രൂ ആവാനായിട്ട് പോകുന്നു. അതിനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ് വഴി കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിരിക്കാൻ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്പെൽസ് ചെയ്യുക, എന്താണെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും സെയിം കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, അത് വർക്കാവാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജീസിൻ്റെ സമയം ഇതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സമയം ഇത് തന്നെയാണ്. ആ ഒരു റൈറ്റ് ടൈം ഇത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോലും അത്രത്തോളം പോസിറ്റീവ് മൈൻഡോടുകൂടി, അല്ലാതെ ഒരു നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു നെഗറ്റീവ് ചിന്താഗതിയെങ്കിലും ഇതൊന്ന് വർക്കാവോ ഞാൻ ചെയ്താലും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി, നമ്മൾ ആ ചെയ്തതിൻ്റെ ഫലം മുഴുവൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം നമ്മളൊരു എന്താ പറയുക, അതിനകത്ത് മുഴുകി മറ്റൊരു ചിന്തകൾ മനസ്സിലില്ലാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്ന, നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ ഒരു എഫേർട്ടിന് ഫലം കിട്ടാൻ പോകുന്ന ഒരു സൂചനയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും നാൾ പല കാര്യങ്ങൾക്കും ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിയല്ലാതെയാണ് നിങ്ങൾ പോയിട്ടുള്ളതെങ്കിൽ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാരണം അവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ള ആ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ആ ഒരു മറ പതിയെ പതിയെ മാറി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലൊരാശങ്കയും വേണ്ട. നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്തൊന്നും വെളിവായി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു എന്നുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സൈലൻ്റായിട്ട് പെരുമാറുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള ആ ഒരു റീസൺ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്ലാൻ ആയിരിക്കാം, അത് അവർക്ക് നിങ്ങളോട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ റിയലി നീഡ് യു, അല്ലെങ്കിൽ ദേ റിയലി ലവ് യു എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം അവർക്ക് നിങ്ങളോടൊരു സ്നേഹമുണ്ട്. സ്നേഹം നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷേ ആ ഒരു സ്നേഹം അതിൻ്റെ ഒരു ടോപ്പിൽ നിൽക്കുന്നൊരു സമയം തന്നെയാണ്. ഒരുപാട് ആഗ്രഹിക്കുന്നൊരു സമയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഉടനെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഇൻറ്റ്യൂഷനായിട്ട് ഉണ്ടാവുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരുപാട് ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിറ്റീവ് സൈൻസ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് വിസിബിളാക്കി തരുന്നുണ്ടാവാം. റെയിൻബോസ് കാണുന്നുണ്ടാവാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നുണ്ടാവാം. നിങ്ങൾ ഒരുമിച്ച് പോകാൻ ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിസിബിളായിട്ട് വരുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ നെയിമായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ടാവാം. അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ എന്തെന്നില്ലാതെ നമുക്ക് പറയാനായിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവരുടെ പേരിലുള്ള, അല്ലെങ്കിൽ ഇവരുടെ പേരെപ്പോഴും നിങ്ങൾ കാണത്തക്ക രീതിയിലുള്ള ഷോപ്പ് കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങൾ കാണുന്നുണ്ടാവാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൂചന തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം.
അപ്പോൾ ഇതിനകത്ത് നമുക്ക് മുഴുവൻ കാര്യങ്ങളും വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ലെറ്റർ വൈ. സ്കോർപിയോ സോഡിയക് സൈൻ. നമ്പർ 10. നമ്പർ 13 13 കേട്ടോ. നമ്പർ 8. നമ്പർ 20 ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. നമ്പർ 5 ലെറ്റർ N. ഉത്രം നക്ഷത്രം. നമ്പർ 8 Capricorn zodiac sign. Number 14. Number 31 Kottayam district, Idukki. Number 3. Number 6 January month, Chitira nakshatram. February month. Number 27. Number 7 Thrissur district. Letter A. Letter H. Letter T. And finally July month. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സെപ്പറേഷൻ്റെ റീസൺ നിങ്ങൾക്കിടയിൽ നിന്ന് ഇൻവിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് പതിയെ ഒഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളത് തന്നെയാണ്. സോ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.